ഇവിടെ നമുക്കൊപ്പമുള്ളത് മിസ്റ്റർ ലുക്മാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചാണ്. ഒരച്ഛൻ്റെ മക്കളാണ് ഈ തട്ടിപ്പ് നടത്തിയതും തട്ടിപ്പിന് വിധേയനായതും. മലപ്പുറത്തെ വമ്പൻ മാഫിയകളുമായി ചേർന്നുള്ള ഒരു അന്താരാഷ്ട്ര മാഫിയ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഒരു നിക്ഷേപ തട്ടിപ്പ്. ആ നിക്ഷേപ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ മോറിസ് ഗോൾഡ് കോയിൻ മണി ചെയിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു വമ്പൻ തട്ടിപ്പിലാണ് ഇദ്ദേഹം ഇന്ന് അകപ്പെട്ടിരിക്കുന്നത്. ഈ തട്ടിപ്പിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയുകയാണെങ്കിൽ, സാധാരണ നിക്ഷേപ തട്ടിപ്പുകളിൽ വരുന്നത് അറിയാത്ത ആൾക്കാരുടെ പക്കൽ ചെന്ന് വീണ് കൊടുക്കുക, അല്ലെങ്കിൽ യാതൊരുവിധ ഈ ബന്ധവുമില്ലാത്ത ആളുടെ പക്കലായിരിക്കാം നിക്ഷേപങ്ങളൊക്കെ നടത്തി തട്ടിപ്പ് നടത്തുന്നത്. എന്നാൽ ഇവിടുത്തെ ഈ ഒരു സംഭവത്തിൽ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഒക്കെ കേന്ദ്രീകരിച്ച് കോടികളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. 2020 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ, അതായത് തിരുവനന്തപുരം തിരുമല ദേശത്ത് അണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിനടുത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ അവിടെ താമസിക്കുമ്പോൾ എൻ്റെ ഭാര്യ മാതാവ് ക്യാൻസർ ബാധിതയായിരുന്നു. അവരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന ഷംനാദ് എന്ന എൻ്റെ അനുജൻ എന്ന ബന്ധം എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ 2ാം വിവാഹത്തിലുള്ള അനുജൻ. ഈ അനുജൻ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്തു വരവേ ഈ അനുജന് മറ്റു പുറമേ ഉള്ള തട്ടിപ്പ് സംഘങ്ങളുമായിട്ട് ബന്ധം ഉണ്ട് എന്നുള്ള വിവരമൊന്നും ഞങ്ങൾക്കറിയത്തില്ല. എൻ്റെ ഭാര്യ മാതാവ്, അതായത് എൻ്റെ അമ്മയുടെ മരണവുമായിട്ട് അന്ന് ലോക്ക്ഡൗൺ സമയത്ത് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫെസിലിറ്റീസിൽ സഞ്ചാരയോഗ്യം ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തപ്പോൾ ഇയാൾ സ്ഥിര സന്ദർശകനായിരുന്നു എൻ്റെ വീട്ടിൽ. അവിടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന എൻ്റെ ഭാര്യയുടെ ബന്ധുക്കളുമായിട്ടൊക്കെ പരിചയപ്പെട്ട് അവർക്ക് ബിസിനസ് മുഖേന ലാഭം ഉണ്ടാക്കി നൽകാം എന്നുള്ള വാഗ്ദാനത്തിൽ മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിച്ച, പിന്നാലെ ഉള്ള അന്വേഷണ അറിവിൽ അവർ രാജ്യത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരും അതിലുപരി ഈ തീവ്രവാദ സംഘത്തിനൊക്കെ ഫണ്ട് എത്തിച്ചു കൊടുക്കുന്ന ടീമാണത്. പുള്ളിയുടെ പേര് നിഷാദ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ അക്കൗണ്ടിലേക്ക് ഇവിടെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ നിന്ന് ഈ ഷംനാദ് എന്ന് പറഞ്ഞ എൻ്റെ അനുജനും എൻ്റെ അതേ ഷംനാദിൻ്റെയും എൻ്റെയും സഹോദരിയായ സലീന എന്ന് പറഞ്ഞ സഹോദരിയുടെ 2ാമത്തെ മകളെ കെട്ടിയ കല്ലറക്കാരൻ അജിംഷ എന്ന് പറഞ്ഞ ആളും ചേർന്നാണ് ഈ പൈസ മലപ്പുറം ജില്ല കേന്ദ്രമായി പ്രവർത്തിച്ച മോറീസ് ഗോൾഡ് കോയിൻ മണി ചെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സ്ഥാപനത്തിലേക്ക് പൈസ എത്തിച്ചു കൊടുത്തത്. ടി ഷംനാദ് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ഏത് സ്ഥാപനമാണ്? ശ്രീചിത്ര മെഡിക്കൽ സയൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിനോട് തൊട്ട് ചേർന്നുള്ളത്. എന്ത് ജോലിയാണ് ഈ ഷംനാദ് ചെയ്യുന്നത്? ക്ലീനിങ് അറ്റൻഡറാണ്. ഷംനാദിന് ഇമാതിരി പറയപ്പെട്ട തട്ടിപ്പ് സംഘങ്ങളുമായിട്ടുള്ള ലിങ്കുണ്ട്. മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിച്ച സംഘമാണ് ഈ പറഞ്ഞ മോറീസ് ഗോൾഡ് കോയിൻ മണി ചെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനം. മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിച്ചതാണ്. അവർ 1300 കോടി രൂപ സമാഹരിച്ചു. എൻ്റെ അനുജൻ, അയാളുടെ സഹോദരിയും എൻ്റെ സഹോദരിയുമായ സലീന എന്ന് പറഞ്ഞ സഹോദരി, ആ സഹോദരി താമസിക്കുന്നത് പാരിപ്പള്ളി, കല്ലുവാതുക്കൽ, നടയ്ക്കൽ എന്ന ദേശത്തുള്ളതാണ്. ആ സഹോദരിയുടെ 2ാമത്തെ മകൻ കല്ലറയുള്ള അജിംഷായും ഈ ഷംനാദും കൂടി ചേർന്നാണ് ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ നിന്ന് ഒരാളിന് 30,000 രൂപ എന്ന ക്രമത്തിൽ സമാഹരിച്ച് ആഴ്ചയിൽ 1750 രൂപ ലാഭം വാഗ്ദാനം ചെയ്ത് ഒരു തലയ്ക്ക് 30,000 രൂപ എന്ന ക്രമത്തിൽ അനേകം പേരുടെ കയ്യിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും എൻ്റെ ഭാര്യയുടെ ബന്ധുക്കളിൽ നിന്നും അതിലുപരി ഈ ഷംനാദിൻ്റെ പരസ്പരം അറിയുന്ന ഏകദേശം മടത്തറ മുതൽ കുളത്തൂപ്പുഴയുള്ള ഏരിയയിൽ ആരെയൊക്കെ അറിയുമോ അവരിൽ നിന്ന് എല്ലാ പേരിൽ നിന്നും ഷംനാദ് 30,000 രൂപ വെച്ച് വാങ്ങിയിട്ടുണ്ട്. ഈ പൈസ വാങ്ങിയിട്ട് തുടക്കത്തിൽ 1750 രൂപ ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ പൈസ വാങ്ങിയതിന് ശേഷം, ഈ തട്ടിപ്പ് സംഘം മുങ്ങിയതിന് ശേഷം ഷംനാദ് പറയുന്നത് ഞാൻ ഇത്രയും പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ എന്താണ്? അതെവിടുത്തെ ബിസിനസ്? അതെന്ത് ബിസിനസ്? 1750 രൂപ ലാഭം വാഗ്ദാനം ചെയ്തിട്ടാണ് 30,000 രൂപ മേടിച്ചുകൊണ്ട് പോകുന്നത്. ഈ 30,000 രൂപ മേടിച്ചുകൊണ്ട് പോകുന്ന ഷംനാദിൻ്റെ അക്കൗണ്ടിലും പൈസ പോയിട്ടുണ്ട്. ഷംനാദ് നിർദ്ദേശിച്ച ഈ കല്ലറക്കാരൻ അജിംഷായുടെ അക്കൗണ്ടിൽ പൈസ പോയിട്ടുണ്ട്. അതിലുപരി ഈ മലപ്പുറത്തുകാരൻ ഫയാസ് പല്ലാറ്റ് എന്ന് പറയുന്ന ആളിൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ പോയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബ്രെയിൻ ഷംനാദാണ്. ഈ സത്യാവസ്ഥയൊക്കെ എൻ്റെ അനുജൻ എന്നുള്ള ബന്ധത്തിൻ്റെ മറവിൽ പുള്ളിക്കാരൻ ഇതൊക്കെ അറിയാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ടിട്ടാണ് ഈ 2022 ജനുവരി 31-ാം തീയതി എൻ്റെ അനുജൻ പെട്ടെന്ന്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്കൊരു ടെലിഫോൺ കോൾ. ഈ ടെലിഫോൺ കോളെന്ന് പറഞ്ഞാൽ പൈസ ആവശ്യപ്പെട്ടുകൊണ്ടിട്ടുള്ള ഒരു കോളാണ്. അപ്പോൾ പുള്ളിക്കാരൻ ജ്യേഷ്ഠനായ എന്നെ സഹായിക്കാം, അതല്ലെങ്കിൽ ജ്യേഷ്ഠനായ എന്നെ ബിസിനസ്സിൽ കൂടി ലാഭം ഉണ്ടാക്കാം, ആ ബിസിനസ്സിൽ കൂടി എന്നെ അങ്ങ് ഉന്നതിയിൽ എത്തിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്ന് വെച്ചാൽ എന്നെ പറഞ്ഞ് ഫലിപ്പിച്ചു.
ഇന്ന രീതിയിൽ ചെയ്താൽ ഇന്ന രീതിയിൽ ലാഭം ഉണ്ടാവും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്നെ എന്ന് വെച്ചാൽ ഈ നമ്മുടെ എന്താ പറയുക ഈ മോഹിപ്പിക്കുമല്ലോ ഓരോന്ന് പറഞ്ഞ്. കാര്യം ഇത് അതിൽ വിശ്വസിച്ച് പോയ പ്രധാന കാരണം എൻ്റെ പിതാവിൻ്റെ മകനാണ്. എൻ്റെ പിതാവ് രണ്ടാമത് വിവാഹം ചെയ്തിട്ടുള്ള മകനാണ്. ആ കുടുംബത്തിൽ എൻ്റെ പിതാവിൽ ഏറ്റവും മൂത്തത് ഞാനാണ്, ഏറ്റവും ഇളയത് ഈ പയ്യനാണ്, ഈ പറഞ്ഞ ഷംനാഥാണ്. അപ്പോൾ ഒരു വാപ്പായുടെ മക്കൾ അതല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ വിശ്വസിച്ച് പോയി. പക്ഷെ ഞാൻ അറിയുന്നില്ല ഇവൻ്റെ ഈ ഹിഡൻ അജണ്ട ഇവൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ ഇമാതിരി തട്ടിപ്പുകാർ ഇയാളുടെ പിന്നിലുണ്ട് എന്നുള്ളവരും അറിയുന്നില്ല. ഈ മോറീസ് ഗോൾഡ് കോയിൻ മണി ചെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിന് എൻ്റെ വീട്ടിൽ വന്ന് ഈ പൈസ വാങ്ങുമ്പോൾ ഞാൻ നാട്ടിലില്ല. മോറീസ് ഗോൾഡ് കോയിൻ മണി ചെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വ്യാജ സ്ഥാപനത്തിലേക്ക് പൈസ കളക്ട് ചെയ്ത് മലപ്പുറം ജില്ലയിൽ ഈ നിഷാദ് ആണ് ഇതിൻ്റെ ഹെഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, മലപ്പുറത്തുള്ളത്. പക്ഷേ ഈ മലപ്പുറംകാരൻ നിഷാദ് ഇപ്പോൾ ഈ ഷംനാദ് പറഞ്ഞ പ്രകാരം, എൻ്റെ അനുജൻ ഷംനാദ് പറഞ്ഞ പ്രകാരം ഈ മലപ്പുറത്തുകാരൻ നിഷാദ് നിലവിൽ സൗദി അറേബ്യയിൽ ജിദ്ദ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഷംനാദിൻ്റെ അക്കൗണ്ടിലോട്ട് പോയിട്ടുണ്ട് പൈസ, ഈ അജിം ഷായുടെ അക്കൗണ്ടിൽ പോയിട്ടുണ്ട് പൈസ, ഈ ഫയാസ് പല്ലാറ്റിൻ്റെ അക്കൗണ്ടിലോട്ട് പോയിട്ടുണ്ട് പൈസ. അപ്പോൾ ഈ പൈസകൾ മുഴുക്കെ പോയിരിക്കുന്നത് എവിടെയാണ്? ഈ മലപ്പുറത്തുള്ള ഈ നിഷാദിൻ്റെ അക്കൗണ്ടിലാണ് പോയിരിക്കുന്നത്. ആ അങ്ങനത്തെ നിഷാദാണ് ഈ 1300 കോടിയും കൊണ്ട് മുങ്ങിയത്. നമ്മുടെ മലപ്പുറം ടീമിനെ വിട്ടിട്ട് അടുത്ത ഏരിയയെ പിടിച്ച്, അടുത്ത ഏരിയ എന്ന് പറയാൻ നമ്മുടെ ഈ നെയ്യാറ്റിൻകരയുള്ള ശബരിനാഥിൻ്റെ നെയ്ബറാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ പ്രശാന്ത് എന്ന് പറഞ്ഞ പയ്യൻ, ജസ്റ്റ് ഓൺലി 28 years ഓൾഡ്. അപ്പോൾ ആ പയ്യനും ഷംനാദുമായിട്ടാണ് അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എൻ്റെ കഷ്ടകാലത്തിന് ഇവിടെ വന്ന് ചാടിക്കൊടുത്തത്. അതായത് 2022 എൻ്റെ 2022 ജൂലൈ 8 എൻ്റെ ഭാര്യ മാതാവ് മരണപ്പെടുന്നു. അനുബന്ധമായി ഷംനാദ് ബിസിനസ്സുമായിട്ട് അവിടെ കടന്നു കയറി ഇതെല്ലാം ചെയ്തു. അതിനുശേഷം ബിസിനസ് പൊളിഞ്ഞു എന്ന് പറഞ്ഞ് ഷംനാദ് സൈലൻ്റായി. അതിനുശേഷം 2021 ജൂൺ 3 എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, എനിക്കൊരു അറ്റാക്ക് ഉണ്ടായി, ഞാൻ നാട്ടിൽ വന്നു. അതിനുശേഷം ഞാനിങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്ത് എന്നെ സഹായിക്കാൻ വേണ്ടി ആ ഒരു വ്യാജേന നെയ്യാറ്റിൻകരയുള്ള ഈ പ്രശാന്തുമായി കൂട്ടുപിടിച്ച് ഇവർ വേറെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ വിളി. 5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങുന്നു. അത് ഏത് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2022 ജനുവരി 31. ഞാൻ വരുന്നത് 2021 ജൂൺ 3. ഞാൻ അതിനുശേഷം പിന്നെ തിരിച്ച് ഗൾഫിലോട്ട് പോയിട്ടില്ല. അപ്പോൾ ഈ 2021 ജൂൺ 3 മുതൽ ഞാൻ സ്ഥിരമായിട്ട് നാട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ നാട്ടിൽ ഞാൻ റെസ്റ്റ് എടുക്കുന്നത്, ഞാൻ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ആളാണ്, എനിക്ക് 2 സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിവരമൊക്കെ എൻ്റെ അനുജനറിയാം. ഈ രീതിയിലുള്ള ഇതെല്ലാം എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ഫിസിക്കൽ സ്റ്റാറ്റസ്, എൻ്റെ ഫാമിലി സ്റ്റാറ്റസ് മുഴുവനും ഈ ഷംനാദിനറിയാം. അപ്പോൾ ഇവിടെ സ്വർണ്ണം ഇരിക്കുന്നവരും ഷംനാദിനറിയാം. അപ്പോൾ എൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതും ഷംനാദിനറിയാം. അപ്പോൾ ഇതിനെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പർപ്പസ്ലി ചീറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരൊറ്റ ദുരുദ്ദേശത്തോടുകൂടിയാണ് അടുത്തുകൂടിയത്. ഈ അടുത്തുകൂട്ടം എന്ന് വെച്ചാൽ ഈ സമ്പത്തിനോടുള്ള, അധ്വാനിക്കാതെ കിട്ടുന്ന സമ്പത്തിനോടുള്ള അധിക ഭ്രമം, എങ്ങനെയും പൈസ ഉണ്ടാക്കുക. അങ്ങനെ ഈ ജനുവരി 30 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നതുപോലെ നവംബർ മാസം മുതൽ ഞാൻ ഒരു ബിസിനസ്സിലോട്ട് പൈസ ഇട്ടിട്ടുണ്ട്, അത് ഇൻ്റർനാഷണൽ ഷെയർ മാർക്കറ്റാണ്. അപ്പോൾ അവർക്ക് ഒരു കാര്യം ചെയ്യും, സൈനയുടെ സ്വർണ്ണം അവിടെ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ ആ സ്വർണ്ണം കുറച്ചെടുത്ത് പണയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് മുടക്കി കഴിഞ്ഞാൽ ലാഭം കിട്ടും, എനിക്ക് ലാഭം വരുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഇതിൽ കൂടെ ചേർക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ എന്നെ കയ്യിൽ നിന്ന് ആദ്യം 5 ലക്ഷം വാങ്ങുന്നത്. ഈ ആദ്യം 5 ലക്ഷം വാങ്ങുമ്പോൾ ഒരു പ്രത്യേക സംവിധാനത്തിൽ കൂടിയാണ് വാങ്ങുന്നത്. അപ്പോൾ ഞാൻ ഈ സ്വർണ്ണം പണയം വയ്ക്കാൻ കൊണ്ടുപോയപ്പോൾ ഇവൻ പറഞ്ഞു, ഞാനൊരു അക്കൗണ്ട് നമ്പർ തരാം, അതിലോട്ടിടെന്ന് പറഞ്ഞ പൈസ. ഞാൻ പറഞ്ഞു, തരില്ല ഷംനാദ്, ബിസിനസ് വിട്ടാരാ, ഞാനില്ല, പൈസ വേണമെന്ന് നിൻ്റെ അക്കൗണ്ടിലേ തരും. രണ്ടാമത് എടുത്ത വേല ഇവൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, സജിയുടെ അക്കൗണ്ടിലോട്ടിടെന്ന് പറഞ്ഞു. സജി എന്ന് പറയുമ്പോൾ ഇവൻ്റെ 2ാം ഭാര്യയാണ്. അപ്പോൾ ഈ 2ാം ഭാര്യയുടെ അക്കൗണ്ടിലോട്ട് ഇടെന്ന് പറഞ്ഞു. ഈ 2ാം ഭാര്യ വന്ന കാര്യം, ആദ്യത്തെ ഭാര്യയും 2 മക്കളെയും അവരെ വഴിയാധാരമാക്കി. അവർ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടി ജീവിക്കുകയാണ് ഈ ആദ്യ ഭാര്യയും 2 മക്കളും. അതിനുശേഷമാണ് ഈ സർക്കാർ ജീവനക്കാരൻ ആദ്യ ഭാര്യയെ വിവാഹബന്ധം വേർപെടുത്താതെ ഇല്ലീഗലായിട്ട് വയനാട്ടിൽ പോയി കല്യാണം കഴിച്ച് അതിലൊരു കുട്ടിയുണ്ട്. അങ്ങനെയുള്ള ആ ഭാര്യയുടെ അക്കൗണ്ട് നമ്പർ തരാം, അതിലോട്ട് പൈസ ഇടമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊന്നച്ച നീ വിട്ടേരാ, ഈ ബിസിനസ്സിന് ഞാനില്ല, എനിക്ക് ആ ലാഭവും വേണ്ട, വിട്ടേരാന്ന് പറഞ്ഞു. അതിനുശേഷം ലാഭം തരാമെന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഈ 5 ലക്ഷം രൂപയ്ക്ക് 35,000 രൂപ ലാഭം. ഈ 35,000 രൂപ എങ്ങനെ ലാഭം? 3ആയിട്ട് ഡിവൈഡ് ചെയ്യും, എവരി 10 days. അപ്പോൾ ഈ 35,000-നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എവരി 10 days ലാഭം തരാമെന്നുള്ളതാണ് ഓഫർ. അങ്ങനെ ഓഫർ ചെയ്തിട്ടാണ് എൻ്റെ ഇന്ന് 5 ലക്ഷം വാങ്ങുന്നത്. ഞാൻ അംഗീകരിച്ചു. കാര്യം എൻ്റെ അനുജനല്ലേ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തു പോയത്. അപ്പോൾ ഈ മോറീസ് ഗോൾഡ് കോയിനിൽ എന്തെല്ലാം ബിസിനസ്സിൽ എവിടെയെല്ലാം ഇദ്ദേഹത്തിന് പരാജയം പറ്റിയിട്ടുണ്ട്, വിജയം പറ്റിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കാര്യം ഞാൻ ആ സമയത്തൊക്കെ അബ്രോഡാണ്, ഞാൻ നാട്ടിലില്ല.
അപ്പോൾ ആ സമയത്ത് ഈ കളികളൊക്കെ ഇദ്ദേഹം ഇവിടെ കളിക്കുകയായിരുന്നു. ഞാൻ അറിയത്തില്ല, ഇപ്പോൾ എന്നെ അറിയിച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവനെ വിശ്വസിച്ചു, അനുജൻ എന്നുള്ള ആ ഒരു ഇതിൽ വിശ്വസിച്ചു. എനിക്ക് എന്തായാലും ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ഞാൻ പെട്ടുപോയി, അതും സ്വന്തം അനുജൻ്റെ കൈയായി. ആദ്യം ഈ മലപ്പുറം ജില്ല കേന്ദ്രമായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ അന്വേഷണ അറിവിൽ അവർ ഈ ഭീകരവാദ സംഘം ആയിട്ടൊക്കെ ബന്ധമുള്ള ടീമാണ്. അവർ അതൊക്കെ പൈസ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗവാക്കാണ് എൻ്റെ ഈ അനുജൻ ഷംനാദ്. ഇപ്പം അനിയൻ്റെ പിന്നാമ്പുറം എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആരും ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു ആരഗൻസ് ആറ്റിറ്റ്യൂഡാണ് പുള്ളി വെച്ച് പുലർത്തുന്നത്. അതിൻ്റെ പിന്നാമ്പുറമാണ് എനിക്കെതിരെ ഒരു ഭീഷണിയും. അപ്പോൾ അതൊന്നും വില പോകത്തില്ല. ഭീഷണിക്കൊക്കെ ഉത്തരം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ താങ്ങില്ല. അത് മറ്റൊരു സത്യം. അതിരുന്നോട്ടെ. ഒന്ന്. രണ്ടാമത്തത്, ഈ മോറീസ് ഗോൾഡ് കോയിനിൽ വിജയാഹ്ലാദം അതിൽ വിജയിച്ചു. കാര്യം ഈ ആൾക്കാരെ ഇങ്ങനെ സൈലൻ്റാക്കി നിർത്തി വയ്ക്കുക, പൈസ കൊടുക്കാനുള്ള ആൾക്കാരെ. അതിനുശേഷം അവൻ എന്നെ പണിഞ്ഞു. ആ പണിയാണ് കടുത്തത്. കാര്യം അതിലെങ്ങനെയെന്ന് വെച്ചാൽ ഈ ഇൻ്റർനാഷണൽ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ബിസിനസ്സിലേക്ക് 9 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ലാഭം ഇവൻ തന്നു. ലാഭം തന്നതിന് എപ്പോൾ പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കടമായിട്ടാണ് വാങ്ങിയത്. ഞാൻ ചിത്ര ഹോസ്പിറ്റലിൽ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ഈ പരാതി കൊടുത്ത പ്രകാരം എനിക്ക് അവിടെ നിന്ന് കൊടുത്ത കത്തിൻ്റെ മറുപടി കിട്ടുന്ന 15 മാസത്തിന് ശേഷം, അതുവരെ അവരവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചു എന്ന് പറയുമ്പോൾ ഈ ഷംനാദിൻ്റെ കൂടെ അവിടെ നല്ല ഒരു സംഘം പ്രവർത്തിച്ചു എന്ന് സാരം. ഇപ്പം ഞാൻ കൊടുത്ത ഒരു കത്തിൻ്റെ മറുപടി അവസാനം എനിക്ക് കിട്ടിയത് വിവരാവകാശ കമ്മീഷൻ വഴിയാണ് കിട്ടുന്നത്. അതല്ലാതെ ഡയറക്റ്റ് എനിക്ക് അവർ തന്നില്ല. അവർ ഓരോ റീസണും പറഞ്ഞ് ഇങ്ങനെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നു, ഏകദേശം 15 മാസത്തോളം. അതാണ് ചിത്ര ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി എന്ന് ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്. അവർ ഫുൾ സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ അമ്മ തൊട്ടിൽ കുഞ്ഞിനെ താരാട്ട് പാട്ടി ആട്ടുന്ന പോലെയാണ് ഈ തട്ടിപ്പുകാരനെ ഈ ചിത്ര ഹോസ്പിറ്റലിൽ ആട്ടുന്നത്. നേരെ മറിച്ച് ഇങ്ങനെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മുതൽ 10 ഈ തട്ടിപ്പ് സംഘങ്ങൾ അവർ സംയോജിതമായിട്ട് നടപടി എടുത്തിരുന്നുണ്ടെങ്കിൽ 11ാമത് ഒരാൾ ചെയ്യില്ല. അപ്പോൾ അവരാണ് ഇതിന് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ചില തൊഴിലാളി സംഘടനകളുടെ പിൻബലത്തിൽ. അപ്പോൾ ചുരുക്കി പറയാം, എൻ്റെ കയ്യിൽ നിന്ന് ഈ പൈസ ഇങ്ങനെ പട്ടുപോയി. അപ്പോൾ എൻ്റെ ഈ 9 ലക്ഷം, ഈ 9 ലക്ഷം ബാങ്ക് ത്രൂ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ചിത്ര ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നവകേരളയുമായിട്ട് ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രി അനൗൺസ് ചെയ്ത ഈ നവകേരളയിൽ ഞാൻ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്ത പ്രകാരം ഞാൻ പരാതി കൊടുത്ത പേപ്പറിന് ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അത് സ്വീകരിച്ച് അതിൻ്റെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർ ഓരോ ലെറ്ററും കൊടുത്തു. അതിനനുസരിച്ച് എന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു, പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു, സ്റ്റാച്യൂവിൽ കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിപ്പിച്ചു. എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. എല്ലാ വിവരങ്ങളും ഞാൻ അവർക്ക് കൊടുത്തു. അതായത് ഈ അക്യൂസ്, അതായത് ഈ തട്ടിപ്പുകാരനെ വിളിച്ചു വരുത്തി, അതായത് എൻ്റെ അനുജനെ വിളിച്ചു വരുത്തി. അവരും എൻ്റെ അനുജനിൽ നിന്നും സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് സമ്മതിച്ചു. അപ്പോൾ പൈസ അദ്ദേഹം തരുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പൈസ തരാൻ താല്പര്യമില്ല. എന്നോട് പറഞ്ഞാണ് അടിച്ച് മേടിച്ചോ, ഇടിച്ച് മേടിക്കാൻ ഒക്കുമെങ്കിൽ മേടിച്ചോ. എൻ്റെ കയ്യിലുണ്ട് വോയിസ് മെസ്സേജ്. കേസുമായിട്ട് ബന്ധപ്പെട്ട് പോയി 5ൻ്റെ പൈസ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയില്ല എന്നാണ് എൻ്റെ അനുജൻ പറഞ്ഞത്. എൻ്റെ പൈസയും മേടിച്ചിട്ട് എന്നോട് പറഞ്ഞാണ് അവൻ്റെ പേര്, അതായത് ഷംനാദിന് കേസും കൊടുത്തിട്ട് 5ൻ്റെ പൈസ വാങ്ങിയില്ല എന്ന് എൻ്റെ അടുത്ത്. ബന്ധപ്പെട്ട എല്ലാ സർക്കാരിതര എല്ലാ സംവിധാനങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ പൈസ വാങ്ങാനൊക്കെ ലുക്മാനും നല്ലതുപോലെ അറിയാം, അതിനുള്ള പ്രായമുണ്ട്. 55 ഡിഗ്രി ചൂടിൽ രക്തം ഇങ്ങനെ ചൂടായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട്. ഈ സ്വെറ്റിങ് എന്ന് പറഞ്ഞാൽ വിയർപ്പ്, അത് എങ്ങനെയാണ് വരുന്നതെന്ന്. ആ രീതിയിൽ ഉണ്ടാക്കിയ പൈസയാണ് അത്. എൻ്റെ ഭാര്യയും മക്കളും ഉണ്ട് അതിന് അനുഭവിക്കാൻ. എൻ്റെ അനുജൻ എന്ന് പറഞ്ഞ ഈ പയ്യന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നുള്ളത് ഞാൻ കൊടുക്കുമായിരുന്നു. ഈ രീതിയിൽ കൂടി ഈ പൈസ തട്ടിച്ചെടുത്തിട്ട് എന്നെ വെല്ലുവിളിച്ചാൽ വെല്ലുവിളിക്ക് ലുക്മാൻ ഉത്തരം കൊടുക്കും. ദർ ഈസ് നോ ഡൗട്ട്. ഐ നോ ഹൗ ടു ഡു ആൻഡ് ഐ നോ വാട്ട് ടു ഡു. നിയമപരമായിട്ട് പോട്ടെ. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഈ പയ്യനെ എന്നോട് പറഞ്ഞാണ് പൈസ മേടിച്ചെങ്കിൽ അതിന് നിയമമുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രസിഡൻറ്റിനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഞാൻ കത്തയക്കും. അവരടുത്ത് വിവരം ഞാൻ ധരിപ്പിക്കും. അതിൻ്റെ പ്രധാന കാരണം എൻ്റെ അനുജൻ ജോലി ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിലാണ്. ഇവന് ശമ്പളം കൊടുക്കുന്ന അവിടെ നിന്നാണ്. അവരും കൂടെ അറിയട്ടെ ഈ രീതിയിലാണ് ഇവിടുത്തെ കളികളൊക്കെ നടക്കുന്നതെന്നുള്ളവരും ഒന്നത്. രണ്ടാമത്തത്, എനിക്കാരെ പേടിക്കാൻ? ഈ മലപ്പുറം ജില്ല കേന്ദ്രമായി പ്രവർത്തിച്ച ഈ നിഷാദ് എന്ന് പറഞ്ഞ ആ ആൾ, ഈ മോറീസ് ഗോൾഡ് കോയിനിൻ്റെ ആൾ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൽ നിന്ന് അബ്സ്കോണ്ടിങ്ങാണ്. മോസ്റ്റ് വാണ്ടഡ് ആണ് നമ്മുടെ രാജ്യത്തിന്. തീവ്രവാദ ബന്ധമുള്ളവരവർ. ആ പൈസ ഫണ്ടിലോട്ട് അവിടെ എത്തിച്ചു കൊടുത്തവരാണ് അവർ.
അതിന് ഞാൻ പറഞ്ഞതല്ല, ഇത് ഒരുപാട് പത്രത്തിലൊക്കെ വന്ന വാർത്തകളാണ്. അപ്പോൾ അതിലെ ഒരു കണ്ണിയാണ് ഈ ഷംനാദ്. അങ്ങനത്തെ ഒരു ഷംനാദാണ് ഈ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്നത്. കാര്യം പൈസ അധ്വാനിച്ചുണ്ടാക്കിൻ്റെ പാടതാണ്. ഒരു മീഡിയേറ്ററിനെ പോലെ നിന്നിട്ട് എൻ്റെ ഇരിക്കുന്ന പൈസ മേടിച്ച് മറ്റൊരാളിന് കൊടുക്കുന്ന പോലെ അല്ല അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നത്. മിസ്റ്റർ ലുക്മാൻ, താങ്കളിപ്പോൾ കർമ്മ ന്യൂസിൻ്റെ അടുത്താണ് ഈ ഒരു വാർത്തയുമായി എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കർമ്മ ന്യൂസിനെ താങ്കൾ സമീപിക്കാൻ കാരണമായത്? എൻ്റെ കുടുംബത്തിൽപ്പെട്ട, അതായത് എൻ്റെ പിതാവിൻ്റെ 2ാം വിവാഹത്തിൽ ഉണ്ടായ മകൻ ചെയ്ത സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ എസ്പെഷ്യലി തിരുവനന്തപുരം ജില്ലയിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഈ ന്യൂസ് കൊടുക്കാൻ എന്തോ ഒരു വൈമനസ്യം. അപ്പോൾ എൻ്റെ ഉദ്ദേശം, എൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് തട്ടിപ്പ് നടത്തിയ ആളിനെതിരെ ഈ വാർത്ത കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതല്ലാതെ അവിടെ ജാതിയോ മതമോ പാർട്ടിയോ വ്യക്തിയോ ഇതൊന്നുമല്ല. എനിക്ക് വേണ്ടത് ന്യൂസ് കൊടുക്കുക. ഈ ന്യൂസ് അതല്ലെങ്കിൽ ഈ ഒരു തട്ടിപ്പ് ജനങ്ങളെ അറിയിക്കുക. ശേഷിക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള തട്ടിപ്പിൽ പെട്ടുപോകരുത്. ഇതാണ് എൻ്റെ ഉദ്ദേശം. അത് കർമ്മ ന്യൂസ് അല്ല, ഇനി ഏത് ന്യൂസ് ആയിരുന്നാലും ഞാൻ അവർക്ക് കൊടുക്കും. നിങ്ങൾ ആരും ഇതുപോലുള്ള കേസുകളിൽ പെട്ടുപോകരുത്. എനിക്ക് പറയാനുള്ളത്, സ്വന്തം അനുജനായിരുന്നാൽ തന്നെയും 1000 രൂപ കൊടുത്താൽ തിരിച്ച് വേണ്ട, നീ എടുത്തു എന്ന് പറഞ്ഞു കൊടുത്തു. അതല്ല ഒരു 1000 രൂപ കൊടുത്തിട്ട് തിരിച്ച് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോമിസറി നോട്ട് എഴുതി മേടിച്ചോളാം, ചെക്ക് വഴി മേടിച്ചോളാം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വർണമോ വാച്ച എന്തെങ്കിലും വിലപ്പെട്ടത് മേടിച്ചിട്ടേ കൊടുക്കാവൂ. അതല്ലാതെ കൊടുക്കരുതെന്ന് വെച്ചാൽ രാജവെമ്പാല എടുത്ത് കഴുത്ത് ഇട്ടാലും അത് കടിക്കത്തില്ല. പക്ഷേ ഈ രീതിയിലുള്ള ചില ബന്ധങ്ങളെ നമ്മളെടുത്ത് അണച്ച് പിടിച്ചാൽ പണി ഉറപ്പ്.